സാറേ, നമ്മുടെ കിച്ചൻ്റെ ഡിസൈന് ഞാൻ ഒരു 5 മിനിറ്റ് വീഡിയോ ആയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് നമ്മുടെ ഫുൾ ലേഔട്ട്. ഫുൾ ലേഔട്ടിനകത്ത് നോർത്തിലോട്ട് ഫേസ് ചെയ്താണ്. നോർത്ത് ഈ ഡയറക്ഷനാണ് നോർത്ത്. ടോപ്പ് വ്യൂവിൽ ഇതാണ് ടോപ്പ് വ്യൂ. നോർത്ത് സൈഡിൽ ഇരുന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങാം. താഴെ ഫസ്റ്റ് സിങ്കിൻ്റെ യൂണിറ്റ് ഡബിൾ ബൗളുള്ള യൂണിറ്റാണ്. ഡബിൾ ബൗൾ വരെ വെക്കാൻ പറ്റുന്ന യൂണിറ്റാണ്. ഇതിൻ്റെ താഴെ വേസ്റ്റ് ബിന്നും ഡിറ്റർജൻറ്റ് റാക്കും കൂടെ നമുക്ക് വെക്കാൻ പറ്റും. ഇത് വേസ്റ്റ് ബിന്നും ഡിറ്റർജൻറ്റ് റാക്കും ഇല്ലാത്ത യൂണിറ്റാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 35 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരുന്ന, അതായത് 35 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഷട്ടറിൻ്റെ ഹൈറ്റാണ് ഉദ്ദേശിക്കുന്നത്. 35 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരുന്ന 2 ഡബിൾ ഡ്രോയർ യൂണിറ്റ്. ഈ ഓരോ യൂണിറ്റും സെപ്പറേറ്റ് മോഡ്യൂൾസ് ആയിരിക്കും. അതായത് ഇതാണ്, ഇതുപോലെ തന്നെ ഒരു ഇൻഡിപെൻഡൻറ്റ് മോഡ്യൂൾസ് ആയിരിക്കും. ഈ ഓരോ ഇൻഡിപെൻഡൻറ്റ് ബോക്സുകൾ പോലെ ഉള്ള മോഡ്യൂൾസ് നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ അടുപ്പിച്ച് വെച്ച് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോൾട്ട് വെച്ച് ടാഗ് ചെയ്യും. ഇപ്പോൾ കോർണർ യൂണിറ്റ്, ഈ കോർണർ യൂണിറ്റ് ഇതുണ്ട്, ഇതുപോലെ തന്നെ എൽ ഷേപ്പിലുള്ള കോർണർ യൂണിറ്റ്. അപ്പോൾ ഈ കോർണർ യൂണിറ്റിൻ്റെ ഡോറ് ഇതുപോലെ ഡോർ തുറക്കും. 2 ഡോറും ഒന്നിച്ച് തുറന്നു. അപ്പോൾ നമുക്ക് വലിയ ഇത് ഫ്രൈങ് പാൻ അല്ലാതെ നമ്മൾ ഈ ഉരുളി അതുമാതിരിയുള്ള സാധനങ്ങളെല്ലാം ഇതിനകത്ത് ഈസിയായിട്ട് വെക്കാനും എടുക്കാനും എല്ലാം നമുക്ക് സാധിക്കും. ഇതാണ് ഈ ഫ്ലോർ യൂണിറ്റ്, നോർമൽ ഫ്ലോർ യൂണിറ്റ്. അത് കഴിഞ്ഞാൽ നമ്മൾ ഈസ്റ്റ് സൈഡിലോട്ട് വരാം. ഈസ്റ്റ് സൈഡിൽ ഇതാണ് കോർണർ യൂണിറ്റ്. കോർണർ യൂണിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ 2D പുള്ളൗട്ട് ഇതുപോലെ എണ്ണ, ഇപ്പം മേളിൽ 1 ലിറ്ററിൻ്റെ കുപ്പി, താഴെ 1 ലിറ്ററിൻ്റെ കുപ്പി വെക്കാൻ പറ്റുന്ന രീതിയിലാണ്. അത് കഴിഞ്ഞാൽ 17 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള കട്ട്ലറിയുടെ ട്രേ, ഈ ഹോബിൻ്റെ താഴെ കട്ട്ലറി ട്രേ, താഴെ സ്റ്റോറേജ്. താഴെ വേണമെങ്കിൽ ഡ്രോയർ കൊണ്ടുവരാം. ഡ്രോയർ വരുമ്പോൾ എക്സ്പെൻസ് കൂടും. പിന്നെ ഇതൊരു സ്പേസറാണ്. ഈ സ്പേസർ എന്ന് പറഞ്ഞാൽ നമുക്ക് അവൈലബിൾ മെഷർമെൻറ്റിനകത്ത് പിന്നെ വരുന്നത് നമ്മൾ ഇതുപോലെ സ്പേസർ ഇട്ടാണ് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ സ്പേസറായി. ഇത് ഹോബിൻ്റെ യൂണിറ്റ്. ഇത് നോർമൽ കോർണർ യൂണിറ്റ്. ഈ കോർണർ യൂണിറ്റ് ഇതിന് വേറൊരു പീസും കൂടെ ഉണ്ട്. ഇപ്പോൾ ഒരു പീസും കൂടെ ഉണ്ട്. സോ പീസ് ഇങ്ങനെ 2 പീസും കൂടെ ചേർന്നതാണ് ഈ കോർണർ യൂണിറ്റ്. അപ്പോൾ ഇത് നമുക്ക് തുറന്നിട്ട് ഇതുവഴി നമുക്ക് സാധനങ്ങൾ വെക്കാനും എടുക്കാനും എല്ലാം പറ്റും ഈസി ആയിട്ട്. കോർണർ യൂണിറ്റ്. അത് കഴിഞ്ഞാൽ ഇതൊരു സ്റ്റോറേജ് യൂണിറ്റ്. പിന്നെ ഒരു ടോൾ യൂണിറ്റ്, ടോൾ യൂണിറ്റ് കണ്ടോ, സ്റ്റോറേജ് ടൈപ്പ് ടോൾ യൂണിറ്റ്. പല ടൈപ്പ് ഓഫ് ടോൾ യൂണിറ്റ്സ് ഉണ്ട്. ഇത് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവും അതേപോലെ തന്നെ സ്റ്റോറേജ് മാക്സിമം നമുക്ക് 5 kg പാക്കറ്റ് മുതൽ വലിയ ബിന്ന് വരെ താഴെ വെച്ച് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടോൾ യൂണിറ്റ്. നെക്സ്റ്റ് വീണ്ടും നമ്മൾ നോർത്തിൽ നിന്ന് തന്നെ വോൾ യൂണിറ്റ്സിലോട്ട് തുടങ്ങാം. വോൾ യൂണിറ്റ്സിനകത്ത് ഇവിടെ ഈ വാട്ടർ ഡിസ്പെൻസർ, ഈ ഫ്ലോർ മൗണ്ടിങ് ആണ് ഇപ്പോൾ ഇരിക്കുന്ന വാട്ടർ ഡിസ്പെൻസേഴ്സ് എല്ലാം. അതായത് സ്റ്റോറേജ് ഉള്ളത് കാരണം ഇത് GTPT യൂണിറ്റ്, ഗ്ലാസ് ട്രേ ആൻഡ് പ്ലേറ്റ് ട്രേ. ഇത് GTPT യൂണിറ്റ്. ഇത് നോർമൽ കോർണർ യൂണിറ്റ്. നമുക്ക് പെൻഡഗൺ ഷേപ്പ് ഓപ്പൺ ഷെൽഫൊക്കെ ഉണ്ട്. ഞാനിവിടെ ക്ലോസ്ഡ് ആയിട്ടുള്ളതാണ്. ഇത് ഓപ്പൺ സ്റ്റോറേജ്. അത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഇവിടെയും ഓപ്പൺ സ്റ്റോറേജ്. ഇത് ഡബിൾ ഡോർ കോർണർ യൂണിറ്റ്. ഇതിൻ്റെ ആനിമേഷൻ കറക്റ്റ് ആകാത്ത കാരണമാണ്. ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് രണ്ട് ഡോറും തുറന്നു തരും. ഡബിൾ ഡോർ കോർണർ യൂണിറ്റ്.
മൈക്രോവേവ് ഓവന് നമുക്ക് ഇതുപോലൊരു ബ്രാക്കറ്റ് കിട്ടും. ആ ബ്രാക്കറ്റ് ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്, ഞങ്ങൾ തന്നെ പിടിപ്പിച്ചെല്ലാം തരുന്നത്. ഇങ്ങനെ ബ്രാക്കറ്റിൽ മൈക്രോവേവ്. ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ മിക്സിയും കാര്യങ്ങളും വെക്കുന്ന രീതിയിൽ ഇപ്പുറത്തെ സൈഡിൽ മിക്സിയും കാര്യങ്ങളും. ഓക്കെ സാറേ, ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയും ലേഔട്ടും ഇതെല്ലാം ഇതിൻ്റെ തൊട്ട് പുറകെ ഈ പറഞ്ഞ പോലെ അയക്കാം. താങ്ക് യു.